ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുൺ, ഒരു യാത്രയ്ക്ക് പോയിട്ട് എന്തൊക്കെയാ അവിടെ സംഭവിച്ചേ? ആരാ നമുക്ക് ഇത്ര ശത്രുക്കള്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കണിമംഗലത്തുണ്ടായിരുന്നപ്പോ ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെ ഒക്കെ ശത്രുത അതെനിക്ക് മനസ്സിലാവും. നമ്മളോടെ ഏട്ടത്തിക്കും വിരോധമുണ്ട്. പക്ഷേ അവരൊന്നും ഇതിന്റെ പുറകിലുണ്ടാവില്ല. ആ, അതാണ് പെറ്റമ്മയുടെ മഹത്വം. പെറ്റമ്മയോ? അല്ല, ഇതമ്മയുടെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നോണ്ട് എന്താ? അപ്പോ നമുക്ക് ഇറങ്ങാല്ലേ? എത്രയും പെട്ടെന്ന്. അയ്യോ, കേട്ടിട്ട് എന്നെ പേടിയാവുന്നുണ്ടല്ലോ ശ്യാമേ. രാധയ്ക്കും വരുണും ഏതോ ശക്തരായിട്ടുള്ള ശത്രുക്കളുണ്ട്. അതേത് വഴിക്കും ആവാം. കണിമംഗലത്ത് നടക്കുന്ന സംഭവങ്ങളുടെ പേരിലോ വരുണിന്റെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ നടന്നവരോ. സത്യം പറഞ്ഞ രാധിക എങ്ങോട്ട് പോയാലും ശ്യാമ അസ്വസ്ഥയാവാറുണ്ട്. കുറച്ചു മുമ്പേ പോലും ശ്യാമ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കി ചിരിച്ചത് അത് പറഞ്ഞ. പക്ഷെ ഇപ്പൊ ഇങ്ങനൊരു സംഭവം ആരും പ്രതീക്ഷിച്ചില്ല. അവര് വരട്ടെ അടുത്തി. ഇപ്പൊ ഈ നടന്ന സംഭവങ്ങളെ കുറിച്ചൊരു വിശദമായിട്ടുള്ള അന്വേഷണം വേണം. ACP വിളിച്ചൊന്ന് സംസാരിക്കാം. എന്തായാലും ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് മാളത്തിൽ ഒളിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അവർക്ക് പുറത്തിറങ്ങണ്ടേ? ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മുഖം മറിച്ചൊക്കെ അമ്മ പേടിക്കുന്ന അതേ അവസ്ഥയിലേക്ക് അവളെയും തള്ളിവിടാൻ പറ്റില്ല. ശ്യാമ ACP വിളിച്ച് കാര്യം പറയും. പരമേശ്വര, എന്താ അമ്മേ? ഉർവശിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാ നമ്മൾ എടുക്കണ്ടേ? ഹോസ്പിറ്റലിൽ നിന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് കരുതി സ്ഥിരമായി ഇവിടെ നിർത്താമെന്നാണോ? ഇപ്പോഴത്തെ അവസ്ഥയില് അതല്ലേ നമുക്ക് പറ്റൂ അമ്മേ. തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പൊ അവൾക്ക് ആരുമില്ലാതായി പോരുതല്ലോ. ചന്ദ്രശേഖരൻ ജയിലിലുമാണ്. ഗൗതമിനെ കുറിച്ച് ഒരറിവുമില്ല. ആ കുടുംബത്തിന്റെ ഗുണമാ നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അച്ഛനും മോനും എത്രമാത്രം ക്രിമിനലുകളാണോ അതിനെ വെല്ലും ഉർവശി. ഉള്ള കാര്യം ഞാൻ പറയാം. ഉർവശി വീണ്ടും ഇവിടെ നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ദയ കാണിച്ച് വേറൊരുത്തിയെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, കൽപ്പനയെ. അവര് രണ്ടുപേരും കൂടി ഒന്നിച്ചു ചേർന്നാല് വീണ്ടും ഈ വീടിന്റെ താളം തെറ്റും. ആലോചിച്ചു മതി. നാട്ടിലിറങ്ങി തെണ്ട് നടന്നാൽ ആ ദോഷവും കണിമംഗലത്തിലല്ലേ. ചന്ദ്രശേഖരൻ ചെയ്തതോ ഗൗതം ചെയ്തതോ ആരും പറയില്ലല്ലോ. കണിമംഗലത്തുകാരെ ഒരു പെണ്ണിനെ ഇറക്കി വിട്ടു. ആഹാരം കഴിക്കാൻ പോലും വഴിയില്ലാതെ കൈ നീട്ടുന്നു. അങ്ങനെയല്ലേ വ്യാഖ്യാനങ്ങൾ വരിക? ശരി, ഇനി ഇവിടെ നിന്ന് അവള് പഴയതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാലോ? ഇനി അതിന് തുണിയില്ലെന്ന എന്റെ വിശ്വാസം. അഥവാ അങ്ങനെ കണ്ടാൽ ആ നിമിഷം ഇറക്കി വിടാനും എനിക്ക് മടിയൊന്നുമില്ല. എങ്കിൽ പേടിക്കണ്ട. ഈ ആട്ടിൻ തോലിട്ട ചെന്നായിക്ക് ഒരുപാട് കാലമൊന്നും സ്വന്തം സ്വഭാവം പുറത്തെടുക്കാതിരിക്കാൻ പറ്റില്ല. ഉർവശിയല്ലേ, ഒന്ന് കാല് നിലത്ത് ഉറപ്പിച്ച് ചവിട്ടട്ടെ. പണ്ട് എന്തായിരുന്നോ അതിന്റെ 100 ഇരട്ടി കാണിക്കൂ അവള്. എനിക്ക് വേറൊന്നുമല്ല. ഒരു വശത്ത് ഉർവശി, മറ്റൊരു വശത്ത് കൽപ്പന. ഇതിനിടയില് ബുദ്ധി നഷ്ടപ്പെട്ട അവള് പ്രിയങ്ക. ഈ സമ്മർദ്ദം മുഴുവനും വരുണിനും രാധയ്ക്കുവാ. അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാ കണ്ണ് കഴിച്ച് കാത്തിരിക്കുന്നത്. ഇപ്പൊ അവര് ജീവിക്കാൻ തുടങ്ങി. ഇനിയെങ്കിലും അവറ്റകളെ ഒന്ന് സമാധാനത്തിൽ ജീവിക്കാൻ വിട്ടാ മതിയായിരുന്നു എല്ലാവരും കൂടി. ഓട്ടേമ്മേ, കുടുംബക്കാരണവന്മാര് ഒരുപാട് ക്ഷമിക്കേണ്ടതല്ലേ. തിരുത്തിയെടുക്കാൻ നോക്കാം നമുക്ക്. ഇല്ലെങ്കിൽ കൈയൊഴിയുക തന്നെ. എന്റെ കണ്ണിൽ എന്തെങ്കിലും കണ്ട ഉടനെ ഞാൻ പ്രതികരിക്കും. അതിനാരും തടസ്സം പറയാൻ നിക്കണ്ട.
ദേവേട്ട നമുക്ക് ഇറങ്ങിയാലോ? ആ അമ്മ എന്ത് ചെയ്യാ? ഞാൻ നോക്കിയിട്ട് വരാം. ദേവേട്ട അമ്മ നല്ല ഉറക്ക. പറയാതെ പോകാന്നാണോ? നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. അയൽവക്കത്തൊന്ന് പറഞ്ഞേക്ക്. ആ. അമ്മ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലോ മറ്റോ പോയിന്ന് പറയാൻ പറഞ്ഞാ മതി. ദേവേട്ട നമ്മൾ ചെന്ന് വിളിക്കുമ്പോ പ്രിയങ്കമോള് വരുമോ? ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തെങ്കിലും പറഞ്ഞ് അവളവിടെ നിന്ന് കൊണ്ടുവന്നല്ലേ പറ്റൂ. താനൊന്ന് ആലോചിച്ച് നോക്കുക. വേറെ ഏതെങ്കിലും കുടുംബമായിരുന്നെങ്കിൽ ഇതൊക്കെ അനുവദിക്കുമോ? ഒരുപക്ഷെ 2 മക്കളെ അവർ പുറത്താക്കി പടിവാതിലടച്ചാൽ പോലും ഇക്കാര്യത്തിൽ അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. കയ്യിൽ കിട്ടിയൊരു നല്ല ജീവിതം പ്രിയങ്കമോള് തല്ലി തകർത്തതാ. അതും അമ്മയുടെ മൗനസമ്മതത്തോടെ. അതുകൊണ്ട് വലിയൊരു തെറ്റ് തിരുത്താൻ പറ്റി. താൻ വരിക. ഞാൻ വണ്ടി പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. ഇനിയിപ്പോൾ ആ ശബ്ദം കേട്ട് അമ്മ എണീക്കാൻ നിൽക്കണ്ട. വരിക. ഭഗവാന്റെ മുന്നിൽ മനസ്സറിഞ്ഞ് തൊഴുതപ്പോ വല്ലാത്തൊരു സമാധാനം. താൻ നല്ല ടെൻഷനിലാണ് തോന്നി. അതുകൊണ്ട് അമ്പലം കണ്ടപ്പോൾ നിർത്തിയത്. വരുൺ, ഒരു യാത്രയ്ക്ക് പോയിട്ട് എന്തൊക്കെയാ അവിടെ സംഭവിച്ചേ? ആരാ നമുക്ക് ഇത്ര ശത്രുക്കള്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കണിമംഗലത്തുണ്ടായിരുന്നപ്പോ ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെ ഒക്കെ ശത്രുത അതെനിക്ക് മനസ്സിലാവും. നമ്മളോടെ ഏട്ടത്തിക്കും വിരോധമുണ്ട്. പക്ഷേ അവരൊന്നും ഇതിന്റെ പുറകിലുണ്ടാവില്ല. നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നും നമ്മൾ എവിടെ തങ്ങുന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. ഇനി നമുക്ക് എങ്ങും പോകണ്ടാട്ടോ. അത് മാത്രല്ല, വരുൺ തനിച്ച് ദൂരെ എവിടേക്കും പോകാനും പാടില്ല. അപ്പോ എന്റെ പുറത്തേക്കുള്ള ഇറക്കം ഇതോടെ അങ്ങ് വിലക്കിയോ? ശ്രദ്ധിക്കണമെന്നാ ഞാൻ പറയുന്നത്. വരുൺ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറ്റിയാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? എന്തെങ്കിലുമൊക്കെ തട്ടുമുട്ട് വരുമ്പോ അത് എനിക്ക് തന്നിട്ട് തന്നെ നന്നായിട്ട് നോക്കണേന്ന്. ഞാൻ ചത്തിട്ടായാലും വരുണിനെ നോക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ദൈവം അതേ കേൾക്കും. അതെ, തൽക്കാലം നമ്മൾ രണ്ടാളും മരിക്കുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട.